അടിയന്തര ഘട്ടങ്ങളിൽ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി അംബേദ്കർ എഴുതി വെച്ച ഒരു ലോ പോയിൻ്റാണ് പുറമെ നിന്നുള്ള ഒരാൾക്ക് നേതൃസ്ഥാനത്തേക്ക് വരാമെന്നും തുടർന്ന് ഒരു ബൈ ഇലക്ഷൻ വഴി വിജയിച്ചാൽ മതിയെന്നും അതൊരു അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എന്നാൽ കോൺഗ്രസ് അത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഇതാണ് അവസ്ഥ. ഒരു ജനകീയ നേതാവിനെ വെച്ച് സീറ്റുകൾ പിടിക്കുകയും പിന്നീട് ഭൂരിപക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് നിയമിക്കുന്ന വേറൊരാൾ വന്നിട്ടായിരിക്കും മുഖ്യമന്ത്രി ആവുക. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു MLA രാജിവെച്ച് ആ സ്ഥലത്ത് ഈ ഹൈക്കമാൻഡ് നിയോഗിച്ച ആൾ നിൽക്കുകയും ജയിക്കുകയും മുഖ്യമന്ത്രി ആവുകയും അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അനുവർത്തിച്ചു വരികയാണ്. ഇത് എഴുതി വെച്ചത് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവിനെ മുൻനിർത്തിയായിരിക്കും ചിലപ്പോൾ എലക്ഷൻ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ നേതാവിനെ എന്തെങ്കിലും അപകടം വരികയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാകുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മറ്റൊരു നേതാവിനെ കൊണ്ടുവന്ന് ആ നേതൃസ്ഥാനം ഏൽപ്പിക്കുകയും പിന്നീട് ഇലക്ഷനിലൂടെ ജയിച്ചാൽ മതിയെന്ന് വെച്ചത് അതൊരു അടിയന്തര ഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് ഇത് എല്ലാ ഘട്ടത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. വിജയിച്ച ആളിൽ നിന്ന് തന്നെ വേണം ഒരു നേതാവിനെ പാർലമെൻ്ററി പാർട്ടിയായി നേതാവായി തിരഞ്ഞെടുക്കാൻ. അത് ഇല്ലാത്തത് ആ പാർട്ടിയുടെ ഒരു പരാജയം തന്നെയാണ്. അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്ന് പറയുന്നത് തന്നെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണിത്. അതേസമയം അങ്ങനെ ഒരു നേതാവ് ഉണ്ടായി അങ്ങേർക്ക് എന്തെങ്കിലും അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ആ സമയത്താണ് പുറമെ നിന്നുള്ള ഒരാൾ ഈ പാർലമെൻ്റ് പാർട്ടി നേതാവായി വരുന്നു പറഞ്ഞാൽ ജനം അംഗീകരിക്കും. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്നാൽ അതല്ല സ്ഥിതി. 63 MLAമാരെ തിരഞ്ഞെടുത്തിട്ടും ഇതിൽ കുറേ MLAമാർ പുറമെ നിന്നുള്ള ഒരാളെന്നെയാണ് മുഖ്യമന്ത്രി ആവാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വല്ലതുണ്ടോ? അതായത് ഇവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഇവരെല്ലാം കഴിവ് കെട്ടവരാണെന്നുള്ളത്. ഒരു പാർലമെൻ്റ് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇത്രയും സമയമെടുക്കുന്നത് ഒരു പാർട്ടിയുടെ കഴിവുകേടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരെ അണിനിരക്കേണ്ടതുണ്ട്. ഇതെല്ലാം അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവർ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ജനാധിപത്യ വിശ്വാസികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കൊണ്ടുവരുന്നതാണ് ജനാധിപത്യ വിശ്വാസികൾ. ഇതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത്രയും നാളായിട്ട് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവരുടെ കാര്യം എന്താണ്? ഇവർ പറയുന്നത് ടൈമായില്ല. ഇനിയും എത്ര കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനായിട്ട് കിടക്കുകയാണ്. SSLC പരീക്ഷാഫലം, +2 പരീക്ഷാഫലം, പുതിയ പാഠപുസ്തകങ്ങൾ, പുതിയ അധ്യയന വർഷം, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ കെടുക്കുകയാണ്. അതിനൊരു മന്ത്രിസഭ വന്നിട്ട് വേണം ഇതിനെല്ലാം തീരുമാനമാവാൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇവർ നീട്ടിക്കൊണ്ടു പോകുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. പലരുടെയും ഈ ഉപരിപഠനത്തിനുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. +2ൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് വേണം അവർക്ക് ഉപരിപഠനത്തിന് നോക്കാൻ. നീറ്റ് പരീക്ഷ, അങ്ങനെ പല പരീക്ഷകളും കിടക്കുന്നു. ഇതൊന്നും ആലോചിക്കാണ്ടാണ് ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്.
ഇതൊരിക്കലും ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും ഇത് അനുകൂലിക്കരുത്. ഇത്രയും കാര്യങ്ങളിൽ ഒരു അടിയന്തര ഘട്ടമാണെങ്കിൽ ഓക്കെ, നമ്മൾ സമ്മതിക്കണം. എന്നാൽ ഇതൊരു അടിയന്തര ഘട്ടമൊന്നുമില്ല. ഇവർ ജയിച്ചവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നെങ്കിൽ പിന്നെ എന്ത് കാര്യം? പുറമെന്നുള്ള ഒരാൾ വന്നിട്ട് മുഖ്യമന്ത്രി ആവേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇതെല്ലാം ഇവർ ആലോചിക്കേണ്ട ഒരു സംഭവമാണ്.